നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തു കൂട്ടിയ മണ്ടൻ പരിഷ്കാരങ്ങളുണ്ട്. തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഇനി അങ്ങോട്ട് മോദി പരിഷ്കാരം എന്ന് ഉദാഹരണ സഹിതം പറയുന്നതായിരിക്കും ഭാവി തലമുറയ്ക്ക് നല്ലത് എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന 2016 നവംബർ 8 ചൊവ്വാഴ്ച അർദ്ധരാത്രി നടത്തിയ പാതിരാ നാടകം നോട്ട് നിരോധനം എന്നത് തന്നെയാണ്. അത് കോൺഗ്രസ് പറയുന്നത് കൃത്യമായ എവിഡൻസ് ഉപയോഗിച്ച് തന്നെയാണ്. ഒരു കള്ളപ്പണവും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയ ദുരിതവും കഷ്ടപ്പാടും ചില്ലറയല്ല. അത് കാരണം ഉണ്ടായ നാശം അല്ലെങ്കിൽ സാധാരണ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ നിവർത്തിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പല ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ബാങ്കുകളിലേക്ക് പോലും പോകാൻ ലഭ്യതയില്ലാത്ത ഒരു സ്ഥിതി വിവരക്കണക്കാണ് പുറത്തു വന്നത്. വഴിയിൽ ക്യൂ നിന്ന് നോട്ട് മാറാനും മറ്റുമൊക്കെയായി ആകെ ശേഖരിച്ച 1-2 നോട്ട് മാറാനായി നിന്ന പലരുടെയും കുഴഞ്ഞു വീണ് ബോധം പോയതും ജീവൻ നഷ്ടപ്പെട്ട കേസുകളുമൊക്കെ നിർണായകം. എന്നാൽ 2023 മെയ് 20 മറ്റൊരു നാടകം കൂടി വന്നു. 2000 നോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതും നിരോധിക്കാൻ പോകുന്നു. അതും നിരോധിച്ചു. ഇവിടെയാണ് BJPയുടെ കള്ളക്കണക്കുകൾ പുറത്തു വരുന്നത്. സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുച്ച് അവർ BJPയുടെ ഏജന്റായി പണിയെടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവർ കോർപ്പറേറ്റ് നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരക്കണക്കുകൾ എന്തുകൊണ്ട് പരസ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ്. സെബിയെ മൂക്കുകയറിടാൻ, സെബിക്കെതിരെ നടപടി സ്വീകരിക്കാൻ, സെബിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അധികാര പരിധി, അതായത് ഈ പറയുന്ന റെഗുലേഷൻ, അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി എല്ലാ തരത്തിലും ഇന്ത്യ ഗവൺമെൻറ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായി നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥ. അതായത് സുപ്രീം കോടതിയെ ഇനി കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആകെ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ കഴിയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് കൃത്യമായും ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള രാജീവ് കുമാറിനെ പോലെ ഒരു കളിപ്പാവയെ കൊണ്ടുവന്ന് ആ സ്ഥാനത്തിരുത്തി നരേന്ദ്രമോദി പറയുന്നതും കേട്ട് അക്ഷരം പ്രതി അത് അനുസരിച്ച് വായിൽ വെള്ളം തൊടാതെ വിഴുങ്ങുക. എന്ത് കാര്യവും അതേപടി ചോദ്യം പോലും ചോദിക്കാതെ അനുസരിക്കുക. ഒരു കുട്ടിയെ പോലെ നിന്ന് അനുസരിക്കുക. ഇതിനുള്ള കോപ്പുകൂട്ടലാണ് വീണ്ടും നടക്കുന്നത്. അത് നടത്തില്ല. അധികാര കസേരയിൽ നിന്ന് ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കൃത്യമായി സെബിയുടെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇനി സുപ്രീം കോടതിയുടെ അടുത്ത പ്രധാന ഇടിവെട്ട് നീക്കം.